അതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫാറ്റ് പറഞ്ഞാൽ സ്കിന്നിന്റെ അടിയിലൊക്കെ അഡിപ്പോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലിന്റെ അടിയിലാണ് സൂക്ഷിച്ചു വെക്കുക. അല്ലേ? തടി കൂടുന്ന സമയത്ത് നമുക്ക് പല ഭാഗത്തായിരിക്കും ഫാറ്റ് ഡെപ്പോസിഷൻ സംഭവിക്കുക. മെയിലില് പ്രധാനമായിട്ടും അരക്കെട്ടിലാണ് ഫാറ്റ് വരിക. ഫീമെയിലാണെങ്കിൽ തൈസ്, അതേപോലെ കയ്യിന്റെ അടിഭാഗം, ഇവിടെയൊക്കെയാണ് ഫാറ്റ് ഡെപ്പോസിഷൻ. ഇത് ആണുങ്ങളിൽ കുറവാണ്. ആണുങ്ങളിൽ പിന്നെ നേരെ വയറിലേക്കാണ് ഫാറ്റ് ഡെപ്പോസിഷൻ വരിക. അതേപോലെ തന്നെ ഫേസിന്റെ താഴെ ഭാഗം കണ്ടില്ലേ, ഡബിൾ ചിഹ്നാവുന്നതൊക്കെ, ഇതൊക്കെ ഫാറ്റ് ഡെപ്പോസിഷന്റെ ഏരിയ ആണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ പണ്ട് നമ്മളെല്ലാവരും ഹണ്ടർ ഗ്യാതറേഴ്സ് ആയിരുന്നു. പണ്ട് നമ്മളെ കാരണവന്മാരെ ഹണ്ടർ ഗ്യാതറേഴ്സ് ആയിരുന്നു. അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം, അന്ന് ഫ്രിഡ്ജ് ഉണ്ടോ? ഇല്ല. അപ്പൊ എവല്യൂഷണറി ആയിട്ട് നമ്മൾ നോക്കുമ്പം ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പ്രിസേർവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്ന ഒരു സമയത്താണ് ഈ മെറ്റബോളിസം ഒക്കെ ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അല്ലേ? ഇതിനൊക്കെ ഒരു എവല്യൂഷണറി റീസൺ ഉണ്ട്. നിങ്ങക്ക് മധുരം ഭയങ്കര ഇഷ്ടാ, എന്താ? നിങ്ങൾക്ക് ലഡു ഭയങ്കര ഇഷ്ടല്ലേ? എന്തിനാ? നാച്ചുറലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിനോട് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്. നിങ്ങൾക്ക് കപ്പ ചിപ്സിനോട് ഒരു താല്പര്യം ഉണ്ട്. നിങ്ങൾക്ക് കപ്പ ചിപ്സ് ഇഷ്ടമായതുകൊണ്ടാണ് റൈസ് കമ്പനി കപ്പ ചിപ്സ് ഇറക്കുന്നത്, അത് വേറെ കാര്യം.